അഖില കേരള ധീവരസഭ ഒത്തത് താലൂക്ക് സമ്മേളനം കാഞ്ഞങ്ങാട് കുന്നുമ്മലിൽ സമാപിച്ചു. ധീവരസഭയിൽ ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. ധീവരസഭയ്ക്ക് നേരത്തെ ലഭിച്ചുകൊണ്ടിരുന്ന വിവിധങ്ങളായ ആനുകൂല്യങ്ങൾ മുൻകാല പ്രാബല്യത്തോടെ പുനഃസ്ഥാപിക്കണമെന്ന് അഖില കേരള ധീവരസഭ ഹോസ്തൃക താലൂക്ക് സമ്മേളനം ആവശ്യപ്പെട്ടു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ മത്സ്യത്തൊഴിലാളികൾക്ക് 25 രൂപയ്ക്ക് മണ്ണെണ്ണ നൽകുമെന്നുള്ള പ്രഖ്യാപനം നടപ്പിലാക്കണമെന്നും അർഹമായ മണ്ണെണ്ണ പോലും ലഭിക്കാത്ത സാഹചര്യത്തിൽ കരിഞ്ചന്തയിൽ നിന്നും മണ്ണെണ്ണ വാങ്ങി മത്സ്യബന്ധനം നടത്തേണ്ടുന്ന ദുർഗതിയിലാണ് മത്സ്യത്തൊഴിലാളികളെന്നും ഇതിനായി മത്സ്യഫണ്ടിൽ നിന്നും മറ്റു ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങിയ കടം തിരിച്ചു കൊടുക്കാൻ പോലും സാധിക്കാത്ത സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നതെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ചൂണ്ടിക്കാട്ടി. കോട്ടച്ചേരി കുന്നുമ്മലിലെ NSS ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സമ്മേളനം ധീവരസഭ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് US ബാലൻ ഉദ്ഘാടനം ചെയ്തു. ആ നിയമത്തെ കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ കഞ്ഞി കുട്ടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റാണെങ്കിൽ കേരള ബെനിഫിഷ്യൽ റെഗുലേഷൻ ആക്ട് പൂർണ്ണമായി മാറ്റി മറിച്ചുകൊണ്ട് നമ്മൾ, അതായത് നമ്മുടെ ഈ ആക്ട് ലംഘിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കടലിൽ പോയാൽ കടലിൽ നിന്ന് അവിടെ പോലീസ് സ്റ്റേഷനിൽ FIR ഇട്ടിട്ട് റേഷൻ കോടതിയൊക്കെ നമ്മൾ ജയിലിൽ തള്ളാനുള്ള നിയമം വരെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നു. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് S സോമൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി K രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ SSLC +2 പരീക്ഷകളിലും മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ ധീവര സമുദായത്തിലെ കുട്ടികളെ ഉപഹാരവും ക്യാഷ് അവാർഡും നൽകി അനുമോദിച്ചു. നീലേശ്വരം നഗരസഭാ കൌൺസിലർ PK ലത ഉപഹാരങ്ങൾ കൈമാറി. സംഘടനാ സംസ്ഥാന കമ്മിറ്റി അംഗം ദാമോദരൻ മുട്ടത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രദീപൻ തുരുത്തി, കുഞ്ഞികൃഷ്ണൻ മാടായി, രാജു കടിഞ്ഞിക്കടവ്, AV മുരളി, T കൃഷ്ണൻ കടിഞ്ഞിക്കടവ്, VV ബാലദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. താലൂക്ക് സെക്രട്ടറി VV കുഞ്ഞികൃഷ്ണൻ സ്വാഗതവും സംസ്ഥാന കൌൺസിലർ K സുനി നന്ദിയും പറഞ്ഞു. താലൂക്ക് കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളായി T കൃഷ്ണനെ പ്രസിഡന്റായും, VV കുഞ്ഞികൃഷ്ണനെ ജനറൽ സെക്രട്ടറിയായും, രാജു കടിഞ്ഞിക്കടവിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. അജാനൂർ കടപ്പുറത്തെ 117 വീട്ടുകാരുടെ സ്ഥലത്തിന്റെ നികുതി വില്ലേജിലടക്കാൻ സംവിധാനം ഉണ്ടാക്കണമെന്നും അജാനൂർ ഹാർബറിന്റെ പ്രവർത്തനം ഉടൻ ആരംഭിക്കണമെന്നും ക്ഷേത്രസ്ഥാനികരുടെ പെൻഷൻ ഉടൻ വിതരണം ചെയ്യണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.